ഒരു ചെരുപ്പിൻ്റെ വിലാപം. ഞാനിത് എഴുതിത്തീരും മുമ്പ് വലിച്ചെറിയരുതെന്നെ. നമ്മൾ ഇണങ്ങിയും പിണങ്ങിയും ഏറെനാൾ കഴിഞ്ഞതല്ലേ. കണ്ണാടിക്കൂട്ടിൽ ഒരുപാട് എണ്ണത്തിൽ നിന്ന് എന്നെ തിരിച്ചും മറിച്ചും എത്രയോ താലോലിച്ചു നീ. ഒടുവിൽ നീ എന്നെ കാലിലണിഞ്ഞ് എൻ്റെ ശരീരം ഉലഞ്ഞ് നിൻ്റെ കാലിൽ ചോര പൊടിഞ്ഞപ്പോൾ ദേഷ്യത്തിൽ എന്നെ കുടഞ്ഞെറിഞ്ഞതും പുലഭ്യം പറഞ്ഞതും നീ മറന്നുപോ. പിന്നീട് എത്രയോ കാലം നമ്മൾ ഒന്നിച്ചു നടന്നു. നിൻ്റെ രഹസ്യത്തിൽ പതുങ്ങിയും നിശബ്ദനായും നിൻ്റെ ദേഷ്യത്തിൽ ചവിട്ടുകൊണ്ടും വേദനിച്ചും ശബ്ദമുണ്ടാക്കിയും നിനക്കു വേണ്ടി മറ്റുള്ളവരുടെ കരണത്തടിച്ചും എത്രയോ തവണ നിന്നെ ഞാൻ സഹായിച്ചിരിക്കുന്നു. എന്നെ തനിച്ചാക്കി നീ പോയ ദേവാലയങ്ങളും നിന്നെ സുരക്ഷിതനാക്കി ഞാൻ കൊണ്ട കൂർത്ത മുള്ളുകളും കല്ലുകളും ഒക്കെയും നീ മറന്നുവല്ലോ. നിനക്കായി തേഞ്ഞു തീർന്നൊരു ജന്മം ഇന്ന് നീ എന്നെ അവജ്ഞയോടെ നോക്കിയപ്പോൾ പഴയത് പാഴായി മാറുന്നു എന്ന് ഞാൻ അറിഞ്ഞു. നിൻ്റെ ഹിതമറിഞ്ഞ ഞാൻ എൻ്റെ വള്ളികളെ നിനക്കായി സ്വയം പൊട്ടിച്ചു മാറ്റി. നിൻ്റെ കാലിൽ മറ്റൊന്ന് എനിക്ക് പകരം കണ്ടപ്പോൾ പാഴായ ഞാൻ കുപ്പയിൽ കിടന്ന് കണ്ണീരോടെ ഞാൻ അറിഞ്ഞു എല്ലാം ഒരു പാഴ് വസ്തുവെന്ന്, എല്ലാം ഒരു പാഴ് കനവെന്ന്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. നമ്മളെ സഹായിച്ചവരെയും നമ്മളെ സംരക്ഷിച്ചവരെയും ഓരോ കാലഘട്ടത്തിൽ അവസരത്തിനൊത്ത് നമ്മൾ ഈ ചെരുപ്പ് മാറുന്നത് പോലെ തന്നെ ചെരുപ്പിൻ്റെ തേയ്മാനം ആകുമ്പോൾ നമ്മളത് മാറി മറ്റൊന്ന് എടുക്കുന്നത് പോലെയാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നമുക്ക് ഗുണമില്ല അല്ലെ നമുക്ക് പ്രയോജനമില്ല എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നീട് ബന്ധത്തിന് അവിടെ വിലയില്ലാതാകുന്നു. അതവിടെ ബന്ധമായാലും രക്തബന്ധമായാലും സുഹൃത്ബന്ധമായാലും മാതാവായാലും പിതാവായാലും സഹോദരനായാലും മക്കളായാലും ഏത് ബന്ധമാണെങ്കിലും നമുക്ക് ഗുണമില്ല എന്ന് കണ്ടാൽ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ പോക്ക്. പഴയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ചെറിയൊരു കൂരയ്ക്കുള്ളിൽ എത്രയോ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പൂർവികരുടെ ഓരോ പ്രവൃത്തികളും ഓരോ മനുഷ്യ നന്മയ്ക്കായി അവരെന്തെല്ലാം ചെയ്തിരുന്നു, സമൂഹ നന്മയ്ക്കായി അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് നമ്മുടെ പൂർവികരെ അറിയുന്നവരിലേക്ക് നമുക്ക് അറിയുന്ന ഓരോരോ സംഭവങ്ങളിലേക്ക് കണ്ണൊന്നെത്തിച്ചാൽ മതിയാകും. എത്രയെത്ര നല്ല നല്ല കാര്യങ്ങളാണ് അവർ നമുക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്നത്. എത്ര നല്ല പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. തേഞ്ഞ ചെരുപ്പ് വലിച്ചെറിയുന്ന പോലെ ബന്ധങ്ങൾ വലിച്ചെറിയരുതെന്ന് എത്രയോ കാലം മുന്നേ അവർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കാനും മൂത്തവരെ ബഹുമാനിക്കാനും നമ്മൾ ചെറിയ കാലം തൊട്ടേ നമ്മളെ അവർ പഠിപ്പിച്ചു തന്നിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ബഹുമാനം എന്നത് ഒരു എഴുതി വെക്കുന്ന വാക്കു മാത്രമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെയെങ്കിലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലും മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിലേക്ക്